Grammar, grammar, grammar. I don't like grammar, but examiners like it, so I can't avoid. Hello, everyone. Whenever I start discussing grammar, normally, the first impression that I receive from children is like, Sir, I like to read poems, I like to read stories, but grammar is not really my cup of tea. Grammar is not my strong suit. The question is, ഗ്രാമർ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇല്ലയോ എന്നുള്ളതല്ല, നിങ്ങൾ എങ്ങനെയാണ് ഗ്രാമറിനെ ആസ്വദിച്ച് പഠിക്കേണ്ടത്, എങ്ങനെയാണ് ഗ്രാമറിനെ നിങ്ങൾ ടാക്കിൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. വളരെ കൃത്യമായി നിങ്ങൾക്ക് അതിൻ്റെ ബേസിക്സ് മുതൽ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഗ്രാമർ വെറും ലോജിക്കാണെന്നും ഗ്രാമർ അത്രമേൽ എളുപ്പത്തിൽ ആസ്വദിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നും മനസ്സിലാവും. So once again, welcome back to the world of English. Before we are jumping into the topic, I have a small request. ഇത്രയും കാലമായിട്ടും നമ്മുടെ Xylem SSLC ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരാനിരിക്കുന്ന ലൈവ് ക്ലാസ്സുകൾക്കും റെക്കോർഡഡ് വീഡിയോസിനും വേണ്ടി നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്ത് വെക്കുക. ഒരു കാര്യം കൂടെ, അത് Xylemത്തിൻ്റെ അസ്ത്ര ബാച്ചിനെ കുറിച്ചാണ്. എനിക്കറിയാം അസ്ത്ര ബാച്ചിലെ എൻ്റെ കുട്ടികൾ ഈ ലൈവ് കാണുന്നുണ്ടാവും. എന്നാൽ ഞാൻ സംസാരിക്കുന്നത് അസ്ത്ര ബാച്ചിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത, എന്നാൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരോടാണ്. ഇനിയും നിങ്ങൾ ഒരുപാട് വൈകിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏറ്റവും അഫോർഡബിൾ ആയ നിരക്കിൽ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ ഈ 10ാം ക്ലാസ് മുഴുവൻ നിങ്ങളുടെ കൂടെ ഡെയിലി ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളും ഇൻ ഡെപ്തായി അത്രമേൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ പഠിപ്പിക്കും. ആൻഡ് ഇനിയും വൈകിക്കേണ്ട എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. യുവർ ഫ്യൂച്ചർ സെൽഫ് വിൽ താങ്ക് യു ഫോർ ദാറ്റ് ഡിസിഷൻ. സോ ടേക്ക് ദാറ്റ് ഡിസിഷൻ. Yes, we are discussing grammar. And let's cover the essentials first. Do you mind if I ask you a question? ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിക്കട്ടെ, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യം. ആ ചോദ്യത്തിന് നിങ്ങളുടെ കയ്യിലുള്ള ഉത്തരം എന്താണ് എന്നൊന്ന് നിങ്ങൾ കരുതി വെച്ചോളൂ. ഇതാണ് എൻ്റെ ചോദ്യം. Can you explain the distinction between love and loves? സർ, എന്താണ് ലവ് എന്ന് പറഞ്ഞ വേർഡും ലവ്സ് എന്ന് പറഞ്ഞ വേർഡും തമ്മിലുള്ള വ്യത്യാസം? ഇതാണ് എൻ്റെ ചോദ്യം. Pause this video for a while and find an answer. യെസ്, വാട്ട്സ് യുവർ ആൻസർ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ലവും ലവ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ലവ് എന്ന് പറഞ്ഞാൽ ഒരാളെ പ്രേമിക്കുന്നു, ലവ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരെ പ്രേമിക്കുന്നു. കം ഓൺ, ഡോണ്ട് ഡു ദാറ്റ്. അതല്ല. പിന്നെ എന്താണ് സാർ ലവും ലവ്സും തമ്മിലുള്ള വ്യത്യാസം? ശ്രദ്ധിച്ച് കേട്ടോളേ. നിങ്ങൾക്കറിയാം LOVE, ലവ്, നമുക്ക് അത്രമേൽ പരിചിതമായിട്ടുള്ള, നമുക്ക് അത്രമേൽ ഇഷ്ടപ്പെട്ട ഒരു വേർബാണ് ലവ്, പ്രണയം. ഈ ലവ് എന്ന് പറഞ്ഞാൽ V1 ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. ലവ് എന്ന് പറഞ്ഞ വേർബ് എന്താണ്? V1 ആണ്. അതായത് ഒരു വേർബിന് നമ്മൾ സാധാരണഗതിയിൽ 3 ഫോംസ് പറയാറുണ്ട്. V1 പ്രസന്റ് ടെൻസ്, V2 പാസ്റ്റ് ടെൻസ്, V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സോ ലവ് എന്ന് പറയുന്നത് ആ വേർബിൻ്റെ V1 ഫോമാണ്. എന്ത് ഫോമാണ്? V1 ഫോമാണ്. നമുക്കറിയണം, 10ാം ക്ലാസ്സിലുള്ള നമുക്ക് ഇതെങ്കിലും മിനിമം അറിഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ എന്താണ് ലവ്സ്? അതാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ കുറേ ഉത്തരം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. സർ, ലവ്സ് എന്ന് പറഞ്ഞാൽ V സിംഗുലർ ആണ്, V2 ആണ്, V3 ആണ്, ഇനി വേറെ എന്തെങ്കിലും ആണ് എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്നാൽ ലവ്സ് എന്ന് പറഞ്ഞാൽ V1 തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവോ? ലവും V1 ആണ്, ലവ്സും V1 ആണ് എന്നാണ് എൻ്റെ പോയിന്റ്. വെയിറ്റ്, എന്നെ കടിച്ചു കയറാൻ വരല്ലേ, നമുക്ക് സംസാരിക്കാം. ലവ് എന്ന് പറഞ്ഞാൽ V1 ആണ് എന്ന് നിങ്ങൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ലവ്സ് എന്ന് പറഞ്ഞാൽ V സിംഗുലർ ആണ് എന്ന് നിങ്ങൾ എവിടെയോ കേട്ടിട്ടുണ്ട്. കാരണം S ഉണ്ടെങ്കിൽ സിംഗുലർ ആണ്. പക്ഷെ നമ്മളവിടെ മറന്നുപോയാൽ, നമ്മളവിടെ കൃത്യമായി ഓർമ്മിച്ച് വെക്കേണ്ട ഒരു ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത് ലവ്സ് എന്നുള്ളത് V1 തന്നെയാണ്. ലവ്സ് എന്നുള്ളത് എന്താണ്? V1 സിംഗുലർ ആണ്. അപ്പോൾ ലവ് എന്തായിരിക്കും? യെസ്, ലവ് എന്ന് പറയുന്നത് V1 പ്ലൂരലാണ്. ഇതാണ് നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ട ഡിഫറൻസ്. ലവ് ആയാലും ലവ്സ് ആയാലും V1 ആണ്. പക്ഷേ ആ എസ് ഉള്ള ഫോം ഉണ്ടല്ലോ, എസ് ഫോം ഉണ്ടല്ലോ, അതെന്താണ്? V1 സിംഗുലർ ആണ്. അതായത് നമ്മൾ ഈ ലവ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പ്രസന്റ് ടെൻസിൽ എന്തിൻ്റെ കൂടെ ഉപയോഗിക്കുകയുള്ളൂ? പ്ലൂറലിൻ്റെ കൂടെ ഉപയോഗിക്കുള്ളൂ. അവരെന്നെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന് നമ്മൾ ദേ ലവ് മീ എന്നാണ് പറയുക. എന്നാൽ അവൾ എന്നെ ഇഷ്ടപ്പെടുന്നു, ഡോണ്ട് ഗെറ്റ് എക്സൈറ്റഡ്, അവൾ എന്നെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന് നമ്മൾ എന്താ പറയുക? ഷീ ലവ്സ് മീ എന്നാണ്. മനസ്സിലായോ?
അതൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇതില്ലാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലപ്പോഴും റിപ്പോർട്ടർ സ്പീച്ചിൽ ഒരു വി സിംഗുലർ കാണുമ്പോൾ അത് V1 ആണെന്നും അതിനെ V2ലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നും മനസ്സിലാവില്ല. എഡിറ്റിങ്ങിൽ ഒരു വി സിംഗുലർ കാണുമ്പോൾ അത് പ്രസന്റ് ടെൻസ് ആണ്, V1 ആണ് എന്ന് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ആ പഠിച്ച കാര്യത്തെ ഒന്നുകൂടെ കൺസോളിഡേറ്റ് ചെയ്യാണ്. നമുക്കറിയാം റീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, V1 ആണ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, V1 ആണ്. ഈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, V1 ആണ്. ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എന്താണ്, V1 ആണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു 2ാം ക്ലാസ് മുതൽ 1ാം ക്ലാസ് മുതൽ പഠിക്കുന്ന കാര്യമാണ്. പക്ഷെ അതിന് കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നു. റീഡ് എന്ന് പറഞ്ഞാൽ ഇനി കൃത്യമായി മനസ്സിൽ ഓർമ്മിച്ച് വെക്കണം. റീഡ് എന്ന് പറഞ്ഞാൽ V1 പ്ലൂരലാണ്. V1 എന്താണ്, പ്ലൂരലാണ്. ഈ പറയുന്ന നിങ്ങൾ V1 എന്ന് പഠിച്ചു വെച്ച എല്ലാ വേർബും എന്താണ് എന്ന് മനസ്സിൽ ഓർമ്മിച്ച് വെക്കണം, V1 പ്ലൂരലാണ്. എന്താണ്, V1 പ്ലൂരലാണ്. അപ്പം റീഡ്സ് എന്താ, റീഡ്സും V1 ആണ്, പക്ഷെ എന്താണ്, V1 സിംഗുലർ ആണ്. റൈറ്റ്സ് എന്താ, റൈറ്റ്സ് V1 ആണ്, പക്ഷെ V1 സിംഗുലർ ആണ്. അതുപോലെ ഈറ്റ്സ് V1 സിംഗുലർ ആണ്, ഡ്രൈവ്സ് V1 സിംഗുലർ ആണ്. പറഞ്ഞ കാര്യം മനസ്സിലായോ? ഓക്കെ, ഇനി ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കാം. ചോദ്യം വളരെ സിമ്പിളാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അവിടെയും നമുക്ക് കുറച്ച് ക്ലാരിറ്റിയുടെ ആവശ്യമുണ്ട്. നോക്കൂ, ഞാൻ ഈ പറയുന്ന വേർബുകളുടെ V1, V2, V3 നിങ്ങൾക്ക് അറിയോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഫോർ എക്സാമ്പിൾ വാക്ക്. വാക്ക് എന്ന് പറഞ്ഞ വേർബിൻ്റെ V2, വാക്കിൻ്റെ V1 വാക്ക് തന്നെയാണ്. V2 എന്താണ്, V2 വാക്ക്ഡ് ആണ്. V3യും എന്ത് തന്നെയാണ്, വാക്ക്ഡ് ആണ്. ശരി. ടോക്ക്. ടോക്കിൻ്റെ V2 എന്താ, ടോക്കിൻ്റെ V2 ടോക്ക്ഡ് ആണ്. ടോക്കിൻ്റെ V3 എന്താണ്, ടോക്ക്ഡ് ആണ്. റൈറ്റ്. പ്ലേ. പ്ലേയുടെ V2 എന്താ, പ്ലേഡ് ആണ്. V3 എന്താണ്, പ്ലേഡ് ആണ്. സാർ ട്രിക്ക് മനസ്സിലായി സാർ, ട്രിക്ക് നമുക്ക് മനസ്സിലായി സാർ. എന്താണ് സാർ ട്രിക്ക്? ട്രിക്ക് സിമ്പിളാണ്. ഒരു വേർബ് അതിൻ്റെ V2 കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ എന്ത് ചേർത്താൽ മതി, ഡാൻസ്ഡ് ED ചേർത്താൽ മതി. ഇവിടെ എന്ത്, ഡാൻസ്ഡ് ED ചേർത്താൽ മതി. അപ്പോൾ കോളിൻ്റെ V2 കോൾഡ്, കുക്കിൻ്റെ V2 കുക്ക്ഡ്. റൈറ്റ്, ഇതാണ് പരിപാടി. V1, V2, V3. നമ്മളൊരു ലാംഗ്വേജ്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് അതിലെ വേർബ് ഫോംസ് പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം നിങ്ങൾ ഈ ടേബിൾ കണ്ടപ്പോൾ നിങ്ങൾ അസ്യൂം ചെയ്തൊരു കാര്യമുണ്ട്, ഒരു വേർബിൻ്റെ V1, V2, V3 കണ്ടുപിടിക്കുക എളുപ്പമാണ്. V1ൻ്റെ കൂടെ ED ചേർത്താൽ എന്തായി, V2 ആയി അല്ലേ. ഫോർ എക്സാമ്പിൾ ഹെൽപ്പ് ആണെങ്കിൽ ഹെൽപ്പിൻ്റെ V2 എന്താ, ഹെൽപ്ഡ് ആണ്. V3 എന്താണ്, ഹെൽപ്ഡ് ആണ്. വെയിറ്റ് ഒരു മിനിറ്റ്, ഹോൾഡ് ഓൺ എ സെക്കൻഡ്. മേക്കിൻ്റെ V2 എന്താ സർ, മേക്കിൻ്റെ V2 മേക്ക്ഡ് ആണ്. അല്ല, മേക്കിൻ്റെ V2 എന്തല്ല, മേക്ക്ഡ് അല്ല. അപ്പം നമ്മുടെ അസംഷൻ തെറ്റി. മേക്കിൻ്റെ V2 എന്താ, മെയ്ഡ് ആണ്. V3യും എന്ത് തന്നെയാണ്, മെയ്ഡ് ആണ്. ബൈയുടെ V2 ബൈഡ് അല്ല, പിന്നെന്താണ്, ബോട്ടാണ്. V3യും എന്ത് തന്നെയാണ്, ബോട്ടാണ്. മീറ്റിൻ്റെ V2 മീറ്റഡ് അല്ല, മെറ്റാണ്. V3യും മെറ്റ് തന്നെയാണ്. ബ്രിങ്ങിൻ്റെ V2 ബ്രിങ്ഡ് അല്ല, എന്താണ്, ബ്രോട്ടാണ്. V3യും എന്ത് തന്നെയാണ്, ബ്രോട്ടാണ്. ഫൈറ്റിൻ്റെ V2 ഫൈറ്റഡ് അല്ല, പിന്നെന്താണ്, FOUGHT ഫോർട്ടാണ്. V3യും എന്ത് തന്നെയാണ്, ഫോർട്ടാണ്. എന്ത് രസമാണ് അല്ലേ. അപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഒരു വേർബിൻ്റെ V1, V2, V3 കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമല്ല, നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, എല്ലാ വേർബിൻ്റെയും V1, V2, V3 അവസാനിക്കുന്നത് EDയിലല്ല. ആയിരുന്നെങ്കിൽ സുഖമായിരുന്നു. അങ്ങനെ EDയിൽ അവസാനിക്കുന്ന ഒരുപാട് വേർബ്സ് ഇംഗ്ലീഷിലുണ്ട് കേട്ടോ. അങ്ങനെ EDയിൽ അവസാനിക്കുന്ന V2, V3 ഉള്ള വേർബ്സിനെ നമ്മൾ എന്ത് വിളിക്കും, റെഗുലർ വേർബ്സ് എന്ന് വിളിക്കും. ഇംഗ്ലീഷിൽ റെഗുലർ വേർബ്സ് മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നേനെ, ചുമ്മാ ED ഇട്ട് കൊടുത്താൽ മതി. എന്നാൽ അങ്ങനെ അല്ലാത്ത വേർബ്സും ഉണ്ട്. അതായത് ED ഇട്ട് കഴിഞ്ഞാൽ V2, V3 കിട്ടാത്ത വേർബ്സിനെ നമ്മൾ എന്ത് വിളിക്കും, ഏറ്റവും സിമ്പിളായി മനസ്സിലാക്കുക, ഇറഗുലർ വേർബ്സ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും, ഇറഗുലർ വേർബ്സ്. അപ്പോഴും കുറേ ആൾക്കാർ ബുദ്ധി സാമർത്ഥ്യം കാണിക്കുന്നുണ്ട്. നിങ്ങൾ ലോജിക്കലി ഇതിനെ കൺസോളിഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് മേക്കിൻ്റെ V2 മാത്രം പഠിച്ചാൽ മതി. കാരണം എന്താ, മേക്കിൻ്റെ V2 മെയ്ഡ് ആണെങ്കിൽ V3 എന്ത് തന്നെയാണ്, മെയ്ഡ് ആണ്. കാരണം ഇവിടെ ഫൈറ്റിൻ്റെ V2 ഫോർട്ടാണ്, അപ്പം പിന്നെ V3 എന്ത് തന്നെയാണ്, ഫോർട്ടാണ്. ഡ്രൈവിൻ്റെ V2 എന്തായാലും ഡ്രൈവഡ് അല്ല. ഡ്രൈവിൻ്റെ V2 ഡ്രോവ് ആണ്. നമ്മൾ ഈ പറഞ്ഞ ലോജിക്ക് പ്രകാരമാണെങ്കിൽ V3 എന്ത് തന്നെ ആവണം, ഡ്രോവ് ആവണം. അല്ല, ഡ്രൈവിൻ്റെ V3 ഡിഫറെൻ്റ് ആണ്, ഡ്രിവൺ ആണ്. സോ ഇവരും എന്ത് തന്നെയാണ്, ഇവരും ഇറഗുലർ വേർബ്സ് തന്നെയാണ്. പക്ഷെ V2, V3 ഡിഫറെൻ്റാണ്. ഇവിടെ V2, V3 സെയിം ആണ്, പക്ഷെ ഇവിടെ V2, V3 എന്താണ്, ഡിഫറെൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ റൈറ്റിൻ്റെ V2 എന്താണ്, റോട്ടാണ്. V3 എന്താണ്, റിട്ടൺ ആണ്. ഗോയുടെ V2 വെൻറ്റ് ആണ്. V3 എന്താണ്, ഗോൺ ആണ്. ഡ്രോയുടെ V2 ഡ്രൂ ആണ്. V3 എന്താണ്,
ഡ്രോൺ ആണ്. ഡ്രിങ്കിൻ്റെ V2 ഡ്രാങ്ക് ആണ്. V3 എന്താണ്? ഡ്രങ്ക് ആണ്. സോ ദ ലോജിക് ഈസ് വെരി സിമ്പിൾ. നമ്മൾ ബേസിക് ആയിട്ടുള്ള V1 V2 V3 അല്ലെങ്കിൽ വേർബ് ഫോംസ് കൃത്യമായി പഠിച്ചു വെക്കണം, അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് ശീലം ഉണ്ടായിരിക്കണം. യു ഷുഡ് ഹാവ് ദാറ്റ് പ്രാക്ടീസ് ഓഫ് യൂസിങ് ദ ബേസിക് ഫോംസ് ഓഫ് ദ വേർബ് ഓൺ എ റെഗുലർ ബേസിസ്. പക്ഷെ നമുക്കത് ഇല്ലാത്തിടത്തോളം കാലം നമ്മൾ എന്ത് ചെയ്യണം? വരാൻ സാധ്യതയുള്ള വേർബ്സിൻ്റെ V1 V2 V3 വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഇനി വേറൊരു കൂട്ടരുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചോളൂ. ഈ കമ്മിൻ്റെ V2 എന്താ? കമ്മിൻ്റെ V2 കെയിം ആണ്. കമ്മിൻ്റെ V2 എന്താണ്? കെയിം ആണ്. കമ്മിൻ്റെ V3 എന്താ അറിയോ? കമ്മിൻ്റെ V3 കമ്മ് തന്നെയാണ്. അതായത് ചില വേർബ്സിൻ്റെ V1ഉം V3യും സെയിം ആയിരിക്കും. അപ്പം നമുക്കിത് കണ്ടാൽ മനസ്സിലാവണം V1 ആണോ V3 ആണോ എന്ന്. സിമ്പിളാണ്. ഈ V3 ആണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഹാസോ ഹാവോ ഹാഡോ ഉണ്ടാവും. ഓക്കെ, അപ്പം നമുക്കിത് V3 ആണോ എന്ന് മനസ്സിലാവും. ഇനി ചില കേസിൽ റിപ്പോർട്ടർ സ്പീച്ചിലൊക്കെ കമ്മിൻ്റെ V3 എഴുതാനുണ്ടാവും. അതായത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഹാഡ് പ്ലസ് V3 എഴുതാനുണ്ടാവും. അപ്പം നിങ്ങൾക്ക് അറിയില്ല കമ്മിൻ്റെ V3 എന്താണെന്ന്. അപ്പം അതും കൂടെ പഠിച്ചു വെക്കണം. കമ്മിൻ്റെ V3 എന്ത് തന്നെയാണ്? കമ്മ് തന്നെയാണ്. അപ്പം കൺഫ്യൂഷൻ ആവരുത്, ഇത് V1 ആണോ എന്ന് കൺഫ്യൂഷൻ ആവരുത്. കാരണം ചില വേർബ്സിൻ്റെ V1 V3 സെയിം ആണ്. നോക്കൂ, ബിക്കമിൻ്റെ V2 എന്താണ്? ബിക്കെയിം ആണ്. എന്നാൽ V3 വീണ്ടും എന്ത് തന്നെയാണ്? ബിക്കം ആണ്. അപ്പോൾ ഇതും കൂടെ ഓർമ്മിച്ച് വെക്കണം. അപ്പോൾ വേർബ് ഫോംസ് പഠിക്കുക എന്നുള്ളത് അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണ്, ബേസിക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ചില വേർബ്സ് ഇങ്ങനെ ഉണ്ട് കേട്ടോ. എന്താ? ഇതാ നോക്കി, പുട്ട് അതിന് V1 V2 V3 സെയിം ആണ്. കട്ട് അതിന് V1 V2 V3 സെയിം ആണ്. ഇങ്ങനെ V1 V2 V3 സെയിം ആയിട്ടുള്ള വേർബ്സ് കൂടെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് വളരെ സിമ്പിളാണ്. സർ, നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഗ്രാമർ പഠിക്കാനാണ് പോകുന്നതെങ്കിൽ ആദ്യത്തെ കാര്യം, ഇന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടനെ നിങ്ങൾ എടുക്കേണ്ട തീരുമാനം, ഞാൻ ഇന്നു മുതൽ ഒരു ദിവസം ഒരു 5 വേർബ്സിൻ്റെ V1 V2 V3 പഠിക്കും. ഒരു മാസം ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് നിങ്ങൾ 100-150 വേർബ്സിൻ്റെ V1 V2 V3 പഠിക്കും. അത് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിൻ്റെ സിംഗുലർ അല്ലേ, V1 സിംഗുലർ V1 പ്ലൂറൽ അതെന്താണെന്നുള്ള ബേസിക് ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സെറ്റാക്കി വെച്ചാൽ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഞാൻ ഡിസ്കസ് ചെയ്യും. പക്ഷേ ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കൾ സെറ്റാക്കി വെക്കണം. ഞാൻ നിങ്ങളെ വിശ്വസിക്കുകയാണ് നിങ്ങൾ പഠിക്കുമെന്ന്. ഞാൻ നിങ്ങളെ വിശ്വസിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുമെന്നുള്ളത്. പക്ഷെ ഞാനൊരു ചാലഞ്ച് തരാം നിങ്ങൾക്ക്. ആ ചാലഞ്ചോടെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ വീഡിയോ എന്ത് ചെയ്തോളൂ? ഒന്ന് ലൈക്ക് ചെയ്തോളൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ. പക്ഷെ ചാലഞ്ച് ഇതാണ്, നിങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു വേർബിൻ്റെ V1 V2 V3 എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ ഇടാം. ഒറ്റ വേർബ്. അപ്പം സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താ അറിയോ? ഈ കമൻറ്റ് ബോക്സിൽ 100 കമൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ അത്രമേൽ പ്രൊഡക്റ്റീവായി കമൻറ്റ് ബോക്സിൽ ഉപയോഗിക്കാൻ പോവാണ്. ഇതൊരു ചാലഞ്ചായിട്ട് തന്നെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. കാരണം ഇത് സക്സസ്ഫുൾ ആയാലേ ഇനി ഇതുപോലുള്ള ചാലഞ്ചസിലേക്ക് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുള്ളൂ. സോ 100 കമൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പഠിക്കും? 100 വേർബ് ഫോംസ്, 100 V1 V2 V3 പഠിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വീഡിയോ കണ്ടു കഴിഞ്ഞുകൊണ്ട് തന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു വേർബിൻ്റെ V1 V2 V3 ഇപ്പം ഞാൻ എൻ്റെ ഇട്ടുതരാം. ക്യാച്ച് പിടിക്കുക നമ്മൾ പണ്ട് പറയാറുണ്ടല്ലേ, ക്യാച്ച് V1 ഇങ്ങനെ എഴുതിയാൽ മതി. V1 V2 V3 എന്നൊന്നും വേണ്ട, ക്യാച്ച് എന്ന് എഴുതുക, ടൈപ്പ് ചെയ്യുക, ഒരു ഹൈഫൻ ഇടുക, എന്നിട്ട് അതിൻ്റെ V2 എഴുതുക, ടൈപ്പ് ചെയ്യുക, ഒരു ഹൈഫൻ ഇടുക, അതിൻ്റെ V3 ടൈപ്പ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. സോ ഇതാണ് എൻ്റെ സംഭാവന. ഓക്കെ, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന, നമ്മൾ കൺസോളിഡേറ്റ് ചെയ്യാൻ പോകുന്ന ലിസ്റ്റിലേക്ക് എൻ്റെ സംഭാവന എന്താണ്? ക്യാച്ച് കോട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നു, നിങ്ങളൊരു മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നു, ഒരു 10 ദിവസം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്കൊരു 100-150 വേർബ്സിൻ്റെ V1 V2 V3 കാണാം. ഇനി എനിക്കറിയാത്തുണ്ടെങ്കിൽ എനിക്കും പഠിക്കാമല്ലോ. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. സോ അൺടിൽ ദെൻ, ദിസ് ഈസ് നാസർ ഫാറുദ്ദീൻ, നിങ്ങളുടെ സ്വന്തം നാച്ചു സാർ, സൈനിങ് ഓഫ് ഫ്രം സൈലം ലേണിംഗ്. ഹാപ്പി ലേണിംഗ് എവരിബഡി. ചാലഞ്ച് മറക്കരുത്. ബൈ.